എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? എപ്പോഴും ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു തിങ്കളാഴ്ച ആശംസിക്കുന്നു. ഡിസംബർ 1 നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വാരാന്ത്യം ലഭിച്ചെന്ന് കരുതുന്നു. ഞാൻ ഈ വാരാന്ത്യം മുഴുവൻ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പകുതിയിലധികം പിന്നിട്ടു. 4 വാരാന്ത്യങ്ങൾ കഴിഞ്ഞു. 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. അതോടുകൂടി നമ്മൾ ക്രിസ്മസിലേക്ക് എത്തും. ക്രിസ്മസിന് അധികം ദൂരമില്ലല്ലോ അല്ലേ? നമ്മളിൽ പലർക്കും അർഹമായ ഒരു അവധിക്കാലം. എന്നെ സമീപിക്കുകയും വിക്ടറി വിത്ത് ആഷി നെക്കുറിച്ച് പൊതുസ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇത്രയും നിശബ്ദതയെന്ന് ചോദിക്കുകയും ചെയ്യുന്നവരോട്. അതിന് കാരണം ആളുകൾ എല്ലാവരും പെരുമാറ്റച്ചട്ടം. അതായത് victoryWithAsh.com എന്ന അവരുടെ വെബ് പേജിൽ പരസ്യമായി കാണുന്ന കോഡ് ഓഫ് കണ്ടക്ട്. അത് പാലിക്കുന്നതുകൊണ്ടാണ്. ആ പേജിന്റെ ഏറ്റവും താഴെയായി ഇടതുവശത്ത് നിങ്ങൾക്ക് കോഡ് ഓഫ് കണ്ടക്ട് കാണാം. അത് വായിച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ച് പൊതുവായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നെ ഉൾപ്പെടെ പലരും ഈ കോഡ് ഓഫ് കണ്ടക്ട് പാലിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ലൈവുകൾ തുടരാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കാൻ തീർച്ചയായും സഹായിക്കുന്ന മൂല്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ ബിസിനസ് ആണെങ്കിലും മറ്റേതൊരു ബിസിനസ് ആണെങ്കിലും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും പ്രാവർത്തികമാക്കാനും കഴിയും. അത് നിങ്ങളുടെ ബിസിനസ്സിലെ വിജയത്തിന് തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. വിക്ടറി വിത്ത് ആഷിന്റെ CEO ആഷ് മിഫാർ ഞങ്ങൾക്ക് പൊതുവായി ഒരു ഗ്രീൻ ലൈറ്റ് നൽകാൻ കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോഡ് ഓഫ് കണ്ടക്ട് പാലിക്കുന്ന ഞങ്ങളെയും അതിന് പിന്നിലെ കാരണങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? ബിസിനസ്സിൽ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ബിസിനസ്സിൽ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? നിങ്ങൾ ഒരു പുതിയ ബിസിനസ്സിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയിൽ ആളുകൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ അവരെ അറിയിക്കുന്നതിനും ഉൾപ്പെടെ. ഇതിന് എല്ലാ ഭാഗത്തും പ്രസക്തിയുണ്ട്. ബിസിനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധിക്കാം. ബിസിനസ്സിലെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് കാര്യക്ഷമത, സുരക്ഷ, ഗുണമേന്മ എന്നിവ ഉറപ്പാക്കുന്നതിനും ഒരു ബിസിനസ്സിനുള്ളിൽ വിശ്വാസവും കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയകളും കെട്ടിപ്പടുക്കുന്നതിനും പ്രധാനമാണ്. വ്യക്തമായ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് തെറ്റുകൾ തടയാനും സമയവും വിഭവങ്ങളും പാഴാക്കുന്നത് കുറയ്ക്കാനും ജോലികൾ ആദ്യതവണ തന്നെ ശരിയായി പൂർത്തിയാക്കാനും സഹായിക്കുന്നു. ഈ സ്ഥിരത പരിശീലനം, ക്ലയന്റ് സംതൃപ്തി, കമ്പനിയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കൽ എന്നിവയ്ക്ക് നിർണായകമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരു കമ്പനി വിജയകരമായി തുടങ്ങാനും ആളുകളെ വിജയകരമായി ഓൺബോർഡ് ചെയ്യാനും എന്താണ് നടക്കുന്നതെന്ന് ആളുകളെ വിജയകരമായി മനസ്സിലാക്കിക്കാനും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണം. തുടർന്ന് നമുക്ക് ലഭിച്ച ആ വ്യക്തമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം ബിസിനസ്സുകളിലും പുതിയ ബിസിനസ്സുകളിൽ പ്രവേശിക്കുമ്പോഴും ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി ചെയ്യുന്നതിനും, അതായത് ഓൺബോർഡിംഗ് ആകാം, അല്ലെങ്കിൽ നമുക്കായി നിശ്ചയിച്ചിട്ടുള്ള ടാസ്കുകൾ പൂർത്തിയാക്കുന്നത് ആകാം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലൂടെ ചില മേഖലകളിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആകാം. ഈ കാര്യങ്ങൾ വിജയകരമായി ചെയ്യുന്നതിന് നമുക്ക് മികച്ച അവസരം ലഭിക്കും. ഒരു ബിസിനസ്സിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രധാനമാണ്. അത് മാത്രമല്ല, അവർ ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാനും ആ നിർദ്ദേശങ്ങൾ ആളുകൾ പിന്തുടരുന്ന രീതി ട്രാക്ക് ചെയ്യാനും ഒരു ബിസിനസ് എന്ന നിലയിൽ അവർക്ക് അത് പ്രധാനമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കമ്പനി നമ്മളോട് പറയുന്നതിൽ കാര്യമില്ല. നിർദ്ദേശങ്ങൾക്ക് പിന്നിലെ കാരണം അതല്ല, നമ്മൾ ഇത് ചെയ്യണം എന്ന് അവർ പറയുന്നതല്ല. നമുക്ക് എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയുന്ന നിർദ്ദേശങ്ങളിലൂടെ, നമുക്കായി തയ്യാറാക്കിയ ഒരു വഴി പിന്തുടരാൻ കഴിയുന്നതിലൂടെ, യാതൊരു തടസ്സവും കൂടാതെ വേഗത്തിലും കാര്യക്ഷമമായും ചില മേഖലകളിൽ പ്രവേശിക്കാൻ കഴിയുന്നതിന്. അത് നമ്മളുടെ സ്വന്തം പ്രയോജനത്തിന് വേണ്ടിയാണ്. കാര്യങ്ങൾ തെറ്റിപ്പോകുന്ന 99.9% സമയങ്ങളിലും ഊഹിച്ചോളൂ, ആളുകൾ നിർദ്ദേശങ്ങൾ പാലിക്കാത്തപ്പോഴാണ്.
എപ്പോഴും അങ്ങനെയാകണമെന്നില്ല, കാരണം വ്യക്തമായും എപ്പോഴും തകരാറുകൾ ഉണ്ടാകാം. കമ്പനികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഔട്ടേജുകൾ ഉണ്ടാകാം. ചില സ്ഥലങ്ങളിലെ കോഡിംഗിൽ തകരാറുകൾ ഉണ്ടാകാം. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായും പിന്നാമ്പുറത്തെ പിഴവുകളാണ്. പക്ഷേ 99% സമയത്തും ആളുകൾ അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്തപ്പോഴാണ് കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ഉപയോക്താക്കളായ നമ്മൾക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ വ്യക്തവും സംക്ഷിപ്തവും ഊഹിച്ചോളൂ പിന്തുടരാൻ എളുപ്പമുള്ളതും ആകേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ക്ലയന്റുകളുടെയും ബിസിനസ്സിന്റെയും ഈ വിവാഹബന്ധം ഇരു പാർട്ടികൾക്കും ആ നിർദ്ദേശങ്ങൾ എന്താണെന്നും അവ എന്താണ് സൂചിപ്പിക്കുന്നതെന്നും തുല്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരിടത്ത് ഒന്നിക്കണം. നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ പ്രധാന നേട്ടങ്ങൾ വർദ്ധിച്ച കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയുമാണ്. വ്യക്തവും സ്ഥാപിതവുമായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നത് ജോലികൾ കൃത്യമായി പൂർത്തിയാക്കാൻ ഒരു ഘടനാപരമായ പാത നൽകുന്നതിലൂടെ സമയവും വിഭവങ്ങളും പാഴാക്കുന്നത് തടയുന്നു. നിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഒരു ബിസിനസ് എത്രത്തോളം ചിട്ടപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ആ ടാസ്ക് കാര്യക്ഷമമാകും. ഊഹിച്ചോളൂ, ആ ടാസ്ക് ഉപയോക്താവ് കാര്യക്ഷമമായി ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ കഴിയും എന്നാണതിനർത്ഥം. അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചുവരേണ്ടിവരില്ല. അതുകൂടാതെ ഒന്നാമതായി അവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനും ആളുകൾ അത് പിന്തുടർന്നിട്ടുണ്ട് എന്നതിനും ആളുകൾ പോകാൻ അവർ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നതിനും അത് ഫലവത്തായി എന്ന് അർത്ഥമാക്കുന്നു. അതുകൂടാതെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും അവർക്ക് കൂടുതൽ സമയവും പണവും ചെലവഴിക്കേണ്ടതില്ല എന്നും അത് അർത്ഥമാക്കുന്നു. ഇത് കാര്യങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇത് നമ്മൾ എല്ലാവരും നമ്മളുടെ സ്വന്തം ബിസിനസ്സിൽ നമ്മളുടെ പങ്ക് വഹിക്കുന്ന ഒരിടമാണ്. ഭാവിയിൽ നമ്മളുടെ സ്വന്തം ബിസിനസ്സുകളിൽ ഇത് എത്രത്തോളം പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതുപോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഉണ്ടാകുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ സാധാരണ ഭാഷയിൽ അത് നൽകേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അത് എളുപ്പത്തിൽ നടപ്പിലാക്കാനും അവർക്ക് കഴിയണം. നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ ഊഹിച്ചോളൂ, ആ കാര്യക്ഷമത കൂടുതൽ എളുപ്പമാകും. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ഒരു നിമിഷം നിൽക്കൂ. ഒരു നിമിഷം കാത്തിരിക്കുക. ആരെങ്കിലും എനിക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. ശരി, കുഴപ്പമില്ല. കൂടാതെ അടുത്തതിലേക്ക് പോകാം. സ്ഥിരതയും ഗുണമേന്മയും ഉറപ്പാക്കുന്നു. സ്റ്റാൻഡേർഡ് ചെയ്ത നിർദ്ദേശങ്ങൾ ഓരോ തവണയും ഒരേ രീതിയിൽ തന്നെ ജോലികൾ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നു. അതുകൂടാതെ ഒരു കമ്പനിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്ന് യുക്തിപരമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് പിന്തുടരാൻ എളുപ്പമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു കുട്ടിക്കളിയായി ചെയ്യാൻ കഴിയും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ സ്വാഭാവികമായും മറ്റ് ആളുകളോട് സംസാരിക്കുകയും അതെ, അത് എളുപ്പമായിരുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ഇതും മാത്രമാണ് എന്ന് പറയുകയും ചെയ്യും. ഇനി കൂടുതൽ ചെയ്യേണ്ടതില്ലല്ലോ, അല്ലേ? അതുകൊണ്ടാണ് അവിടെയുള്ള ആ തത്വങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത്. അത് സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നു. നിർദ്ദേശങ്ങൾ പലപ്പോഴും സുരക്ഷിതമായ കൈകാര്യം ചെയ്യൽ, പ്രവർത്തന നടപടിക്രമങ്ങൾ എന്നിവ വിശദീകരിക്കുന്നു. ഇത് അപകടങ്ങൾ, പരിക്കുകൾ, സാധ്യതയുള്ള നിയമപരമായ ബാധ്യതകൾ എന്നിവ കുറയ്ക്കുന്നു. വ്യക്തമായും ഡിജിറ്റൽ ലോകത്ത് അത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ വീണ്ടും ഒരു യുക്തിപരമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകുന്നത് അപകടങ്ങൾ ഇല്ലാത്തതിനാൽ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നു. നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അവ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നൽകുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഉപയോക്താവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു കാര്യം വേഗത്തിൽ, എളുപ്പത്തിൽ, കാര്യക്ഷമമായി, സുരക്ഷിതമായി ചെയ്യുന്നതിന് അവരിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. നമുക്ക് വേറെ എന്താണ് ഉള്ളത്?
പ്രശ്നപരിഹാരവും പരിശീലനവും ലളിതമാക്കുന്നു. നിർദ്ദേശങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ചട്ടക്കൂട് നൽകുന്നു. അതുകൂടാതെ ആവശ്യമായ ടാസ്കുകളിൽ പുതിയ ആളുകളെ പരിശീലിപ്പിക്കുന്നത് എളുപ്പവും വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല, പക്ഷേ വിക്ടറി വിത്ത് ആഷിന്റെ പരിശീലന മേഖലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് ആവശ്യമുള്ളതെന്ന് വളരെ എളുപ്പത്തിലും വളരെ കൃത്യമായും നമുക്കായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി പിന്തുടരുന്നതും പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്ന ഒരിടമാണ് ഇത്. ഓർക്കുക, സംഭവിക്കുന്ന ആളുകളുടെ 99% പിഴവുകളും അല്ലെങ്കിൽ തെറ്റുകളും ഉപയോക്താവിന്റെ പിഴവ് മൂലമാണ്, അല്ലാതെ മറിച്ചല്ല. ശരി. നിർദ്ദേശങ്ങൾ കാരണം ഭൂരിഭാഗം ആളുകൾക്കും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ കാണുമ്പോൾ ചിലർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഒന്നാമതായി നിങ്ങൾ സാധാരണയായി ഉപയോക്താവിനെയാണ് പിഴവായി കാണുന്നത്. പക്ഷേ ചിലപ്പോൾ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാകാം. കമ്പനികൾ സ്വയം കണ്ടെത്തി പരിഹരിക്കേണ്ട ഒന്നാണത്. വിശ്വാസവും ഉത്തരവാദിത്തവും വളർത്തുന്നു. സ്ഥിരമായി നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വിശ്വാസ്യതയും ഉത്തരവാദിത്തവും കാണിക്കുന്നു. അത് കൂടുതൽ വിശ്വസ്തവും ചിട്ടയുള്ളതുമായ ഒരു തൊഴിൽ അന്തരീക്ഷം വളർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആളുകൾക്ക് നിർദ്ദേശങ്ങൾ ഇഷ്ടമാണ്. അത് അത്തരത്തിലുള്ള ഒന്നായി നിങ്ങൾ കണ്ടെത്തില്ലായിരിക്കാം എന്ന് എനിക്കറിയാം. പക്ഷേ 99% സമയത്തും ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്. അത് അവരുടെ സ്വാതന്ത്ര്യം എടുത്തുകളയുന്നതോ സ്വന്തമായി ചിന്തിക്കാനുള്ള അവരുടെ കഴിവ് എടുത്തുമാറ്റുന്നതോ അല്ല. പക്ഷേ 90% ആളുകൾക്കും അവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതും ഇഷ്ടമാണ്. അതിലൂടെ അവർക്ക് യാതൊരു ആശങ്കയും പ്രശ്നവുമില്ലാതെ അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പല ബിസിനസ്സുകളും പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാനേജർമാർ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സീനിയർ എക്സിക്യൂട്ടീവുകൾ ഉള്ളത്. അതുകൊണ്ടാണ് ബിസിനസ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഘടന പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ റാങ്കുകളിലൂടെ താഴേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരേ വിവരങ്ങൾ ലഭിക്കുകയും ആ നിർദ്ദേശങ്ങൾ തങ്ങളിൽ നിന്ന് ആവശ്യമായ ജോലികൾ എന്നിവ പാലിക്കാൻ കഴിയുകയും ചെയ്യുന്നു. സംഘടനാ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ശരിയായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വ്യക്തിഗത ജോലികൾ കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് സംഭാവന ചെയ്യുന്നുവെന്നും എല്ലാവരും ഫലപ്രദമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കുന്നു. നമ്മുടെ സ്വന്തം ബിസിനസ്സിലെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇത് നമുക്ക് നേരിട്ട് അറിയാമല്ലോ. കമ്പനിയുടെ ലക്ഷ്യത്തിനായി നമ്മൾ എല്ലാവരും എത്രത്തോളം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം നമ്മൾ എല്ലാവരും വിജയിക്കും. അതുകൊണ്ടാണ് നമ്മളിൽ മിക്കവരെക്കാളും കൂടുതൽ നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സിന്റെ ശക്തിക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റ് ലോകത്ത് ഏറ്റവും ശക്തമായ കമ്മ്യൂണിറ്റികളിൽ ഒന്ന് ഒരുപക്ഷേ നമുക്കുണ്ട്. ഇത്രയും കാലം നമ്മുടെ സിഇഒയോട് വിശ്വസ്തത പുലർത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇത്രയധികം കമ്മ്യൂണിറ്റി അംഗങ്ങളുള്ള ഒരു കമ്പനിയെ ഞാൻ കണ്ടിട്ടില്ല. അവർ ഇന്നും ഇവിടെയുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി എത്രത്തോളം പ്രത്യേകതയുള്ളതാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും തോന്നുന്നുവെന്ന് ഇത് മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നോട്ട് ഉയർത്തി കാണിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ശരിയായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നമ്മൾക്കുള്ള ഈ വ്യക്തിഗത ജോലികൾ കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. കമ്പനി വിജയിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നമ്മൾ എല്ലാവരും നമ്മളുടെ പങ്ക് വഹിക്കുമെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട്? കാരണം അവരുടെ വിജയം നമ്മുടെ വിജയത്തിന് തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നമുക്ക് മാത്രമല്ല കമ്പനിക്കും വളരെ പ്രധാനമായിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്നത്രയും നമ്മൾ അത് പാലിക്കണം. അങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വിജയകരമായി ചെയ്യാൻ നമുക്ക് കഴിയും. ക്ഷമിക്കണം. അതുപോലെ കമ്പനി വിജയിക്കുന്നതിനും നമുക്ക് സഹായിക്കാൻ കഴിയും. എന്തായാലും ഇന്ന് ഇത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതായിരുന്നെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും പറയാം, ഞാൻ ഇപ്പോൾ ചില ആളുകളോട് ഹലോ പറയാൻ പോകുകയാണ്. അതുകൊണ്ട് ചുറ്റും നിൽക്കുക. നിങ്ങളുടെ പേര് പറയുക. ഹലോ പറയുക. നമ്മൾ വ്യക്തമായും പച്ച നിറത്തിലുള്ള എല്ലാവരിൽ നിന്നും തുടങ്ങും. പ്രിയപ്പെട്ട വവിൻ ബെന്നി, നിങ്ങളാണ് ആദ്യം. നിങ്ങൾ എനിക്ക് വേണ്ടി ഉണർന്നിരുന്നത് സന്തോഷം.
നിങ്ങളെ കണ്ടതിൽ സന്തോഷം. സുഖമാണോ വിബി? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. പ്രീതി പട്ടേൽ. നിങ്ങൾ പച്ച നിറത്തിലാണ്. ഈ ചാനലിൽ എന്നെ പിന്തുണച്ചതിന് ഒരുപാട് നന്ദി. ഒപ്പം മിഷേൽ ഷാംപെയിൻ. ലേവി. നിങ്ങളും ഒരു ടീ ക്ലബ്ബറാണ്. ഒരുപാട് നന്ദി. ഇത് നിങ്ങളുടെ വലിയ ഔദാര്യമാണ്. ആൻജീലിൻ. നിങ്ങളും അവിടെയുണ്ട്. ജാർമോ. ഹലോ ഗൈസ്. നിങ്ങളെ ഇവിടെ കണ്ടതിൽ സന്തോഷം. പച്ച നിറത്തിലുള്ള മറ്റേതെങ്കിലും ടീ ക്ലബ്ബർമാർ നമ്മളുടെ കൂടെയുണ്ടോ? എങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. ഹെലൻ ബാസ്റ്റഡ്. ഷാർലറ്റ് പട്രീന. നിങ്ങൾ ഒരു ടീ ക്ലബ്ബറാണ്. ഒരുപാട് നന്ദി. JVB. ജെയിൻ എന്ന് ഹലോ പറയുന്നു. ജെയിംസ് ഹോക്കിൻസ്. നിങ്ങൾക്കും നന്ദി. നല്ല വാക്കുകൾക്ക്. കെ. കോർ. ഡാനിയൽ. നിങ്ങൾ അതാണ് എന്ന് ഞാൻ കരുതുന്നു. ഗീന ലിവർ. നിങ്ങൾ അവിടെയുണ്ട്. ഒരുപാട് നന്ദി. ജീൻ. മനോഹരമായ ലിസ്റ്റ്. ഹായ്. ബാർജസ് കെ. നിങ്ങളും റോമിലുണ്ട്. ഹായ് ഗൈസ്. ഡേവിഡ് ഷ്വിറ്റ്സർ. ഹലോ എന്റെ സുഹൃത്തേ. നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. അബ്ദുൾ സത്താർ. ഹായ്. ലേവി. ഹലോ എന്റെ സുഹൃത്തേ. നിങ്ങൾ പച്ച നിറത്തിലാണ്. ടീ ക്ലബ്ബറുകളിൽ ഒരാളാണ്. ഒരുപാട് നന്ദി. ന്യൂസിലാൻഡിൽ നിന്നുള്ള ഡാൻ പ്രൈസ്. ഇവിടെയുണ്ട്. ഡാൻ. ഹായ്. സുനിൽ. ഡോർക്ക. നിങ്ങൾക്ക് ഹലോ. നിങ്ങളെ ഇവിടെ കണ്ടതിൽ സന്തോഷം. ഞാൻ കുറച്ചുകൂടി ദൃഢത ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഞാൻ അത് ചെയ്യാൻ എപ്പോഴും മറക്കുന്നു. ഷോൺ. ഹലോ എന്റെ സുഹൃത്തേ. നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളെ ഇവിടെ കണ്ടതിൽ സന്തോഷം. അത് ഫ്രാനെറ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷേ. സാൻഡോ ബിസെൽ. നിങ്ങൾക്ക് ഹലോ. ഡാൽ പട്ടേൽ. നിങ്ങൾക്കും ഹലോ. രണ്ടെണ്ണം കൂടി ചെയ്യാം. എന്നിട്ട് നമ്മൾ പോകാം. ഇക്ബാൽ. നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഹലോ. ബാലിക്പാൽ. നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി ജീൻ. ഈ ലൈവുകളെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. റെഡ്. നന്ദി. ഞാൻ എന്റെ പരമാവധി ചെയ്യും. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് അത്രയല്ലേ? അല്ലേ? ക്രിസ്. കൃഷ്ണ. നിങ്ങൾക്ക് ഹലോ. മദൻ മിശ്ര. അവസാനത്തേത്. ഷാക്ക ആരോ ആണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കേട്ടു ചേഞ്ചിങ് ലൈവ്സ്. നിങ്ങളാരാണെങ്കിലും നിങ്ങൾക്ക് ഹലോ. അത്രയേ ഉള്ളൂ ഗൈസ്. ഒരുപാട് നന്ദി. നാളെ ചൊവ്വാഴ്ച തിരിച്ചു വരാം. ഈ ആഴ്ച എനിക്ക് കുറച്ച് തിരക്ക് കുറവാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ലൈവുകൾ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും ചെയ്യുന്നതുപോലെ. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങളെ സഹായിക്കുന്ന മൂല്യവത്തായ താൽപ്പര്യമുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കാം. എന്റെ ഭാഗത്തു നിന്ന് ഇത്രയേ ഉള്ളൂ. ഉടൻ കാണാം. ഇപ്പോൾ വിട. ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ഷെയർ ചെയ്യുകയും ചെയ്യുക.